എല്ലാവർക്കും നമസ്കാരം. ഷാബൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, കടുക് ഉലുവയും പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാന്താരി മുളക്, കറിവേപ്പില, ഉപ്പ്. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന എണ്ണയെന്ന് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കടുകെണ്ണയും ഉപയോഗിക്കാം. കടുകെണ്ണ ഉപയോഗിച്ചാലും ഒത്തിരി നാളിരിക്കുകയും ചെയ്യും, ഇച്ചിരി നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ കടുകെണ്ണ ആവശ്യമുള്ളവർ കടുകെണ്ണ ഉപയോഗിക്കാം, നല്ലെണ്ണയിലിടുന്നവർക്ക് നല്ലെണ്ണയിലിടാം. അത് നമുക്കടുത്ത് അടുപ്പ് കത്തിച്ച് ഒരു ചീനിച്ചട്ടി വയ്ക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉപയോഗിക്കാം, കടുകെണ്ണ ഉപയോഗിക്കാം. അച്ചാർ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. അച്ചാറൊക്കെ ആവശ്യമുള്ളവർ നമ്പർ താഴെ കൊടുത്തേക്കാം. ഓർഡർ ചെയ്താൽ നമ്മൾ അവിടെ എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ബെൽ ബട്ടൺ പിന്നെ പ്രസ് ചെയ്യണം. ഇത് പിന്നെ കായം പൊടിച്ചതാണേ. നമുക്കിതിനകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന്
അപ്പോൾ എണ്ണ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അരപ്പൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കണം. ഇളക്കി ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. ഇത് സിമ്മിലിട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഈ എണ്ണ ഒന്ന് ഇതാവും, ഒരു വല്ലാത്തൊരു. അതുകൊണ്ട് നമുക്ക് പിന്നെ സിമ്മിലിട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മുളക് പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അത് അങ്ങനെ വരാതിരിക്കാൻ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ടേസ്റ്റിന് വേണ്ടി മാങ്ങ ഇടുന്നതിന് മുമ്പേ നമുക്കൊരു ലേശം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ചീനച്ചട്ടി താഴെ വെച്ചിട്ടാണ് മാങ്ങ ഇട്ടേക്കുന്നത്. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. കാര്യം നല്ല രുചിയാണ് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കെങ്കിലും അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ നമ്പർ കൊടുത്തേക്കാം, വിളിച്ചാൽ മതി, ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. എല്ലാവർക്കും നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.